മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. തൃശൂർ ശ്രീനാരായണപുരത്ത് രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചെന്ന് പരാതി. പോഴങ്കാവ് സെന്റ് ജോർജ് LP സ്കൂളിലെ അധ്യാപകൻ ഭരത് കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത്. പോഴങ്കാവ് സ്വദേശി ധനീഷാണ് അധ്യാപകനെ മർദ്ദിച്ചത്. ധനീഷിന്റെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ സ്കൂൾ സമയത്ത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയതിനെ ചൊല്ലിയാണ് മർദ്ദനം. മതിലകം പോലീസ് സംഭവത്തിൽ കേസെടുത്തതോടെ ധനീഷ് ഒളിവിലാണ്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്താണ് സംഭവിച്ചത്? ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം നടക്കുന്നത്. ഇത് തൃശൂർ ശ്രീനാരായണപുരത്താണ് സംഭവം നടക്കുന്നത്. പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സ് LP സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശിയായ ഭരത് കൃഷ്ണയ്ക്കാണ് രക്ഷിതാവിൽ നിന്ന് മർദ്ദനം വഹിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനൊരു പ്രധാന കാരണമായിട്ട് പറയുന്നത് പോഴങ്കാവ് സ്വദേശിയായ ധനീഷാണ് അധ്യാപകനെ മർദ്ദിച്ചത്. ഈ ധനീഷിന്റെ മകൻ 4ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി സ്കൂൾ സമയത്ത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇത് ചോദ്യം ചെയ്തതിനെ ചൊല്ലിയാണ് മർദ്ദനമുണ്ടായത്. ഇതിനുശേഷം ഇത് വലിയ രീതിയിലേക്കുള്ളൊരു വിവാദമായതിനെ തുടർന്നും പോലീസ് കേസെടുക്കുകയെല്ലാം ചെയ്തിരുന്നു. മതിലകം പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തത്. ഇതോടെ ഇപ്പോൾ ഈ ധനീഷ് ഒളിവിൽ പോയിരിക്കുകയാണ്. ധനീഷ് എവിടെയാണെന്നുള്ളത് സംബന്ധിച്ച് വിവരമൊന്നുമില്ല. ധനീഷിനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയത് ചൊല്ലിയുള്ള കാര്യങ്ങളാണ് ഈ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്ക് കലാശിച്ചത് എന്നതാണ് പറയുന്നത്. ടോം, ഡാനി, ഇവിടെ ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥി, അതായത് മകൻ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ മറ്റ് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചോ, അങ്ങനെ ഒരു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലുണ്ടാകുന്നു, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഈ അധ്യാപകനെ രക്ഷിതാവ് മർദ്ദിക്കാനുള്ള കാരണം ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഇക്കാര്യത്തിന്? അങ്ങനെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇവർ തമ്മിലുള്ളൊരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതും. ആ ചോദ്യം ചെയ്യലിലാണ് ഈ പിതാവ് വന്ന് ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തതോടുകൂടിയാണ് അധ്യാപകനുമായി വാക്കേറ്റം ഉണ്ടാകുകയാണ് ആദ്യം ഉണ്ടായതെന്ന് പറയുന്നു. ഇതിനുശേഷമാണ് അധ്യാപകനെ മർദ്ദിച്ചതായിട്ടും പറയുകയും ചെയ്യുന്നത്. ഏതായാലും വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ വരുന്നതും പോകുന്നതും എല്ലാമുള്ള സംഭവം സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുമ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ള അതിന്റെ ഒരു ചുമതല എന്ന് പറയുന്നത് അധ്യാപകരിലേക്കാണ് വന്നു ചേരുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളും എല്ലാം തന്നെ സാധാരണവുമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിനെന്താണ് സംഭവിച്ചതെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും പോലീസ് ഇയാളെ അന്വേഷിക്കുന്നുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മതിലകം പോലീസ് ഈ സംഭവത്തിൽ കേസ് എടുത്തിരിക്കുകയും ചെയ്യുന്നത്. ധനീഷ് നിലവിൽ ഒളിവിലാണ്. ഇയാളിലേക്ക് പോലീസ് എന്തായാലും അധ്യാപകനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? കാരണം എന്തിനാണ് ഈ അധ്യാപകനെ മർദ്ദിച്ചത്, അല്ലെങ്കിൽ ഇത്തരം ഒരു സംഭവത്തിന് പിന്നിൽ എന്താണ്? സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ട്? ഈ രക്ഷിതാവിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം ലഭ്യമാണോ? മായി ബന്ധപ്പെട്ട മറ്റ് വിശദീകരണങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോലീസ് കടക്കുന്നു, അന്വേഷിക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലാണ് സ്കൂൾ വിദ്യാർത്ഥി അതായത് 4ാം ക്ലാസ്സുകാരൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ട് രക്ഷിതാവും അധ്യാപകനും തമ്മിൽ തർക്കമുണ്ടാകുന്നതിനെ തുടർന്ന് അധ്യാപകനെ കുട്ടിയുടെ 4ാം ക്ലാസ്സുകാരൻ്റെ പിതാവ് സ്കൂളിലെത്തി മർദ്ദിച്ചെന്നാണ് പരാതി. കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണ്.